എല്ലാവർക്കും നമസ്കാരം. 5ാം ക്ലാസ്സിലെ 6ാമത്തെ പാഠഭാഗമായ വിത്ത് ദ ടൈം എന്ന് പറയുന്ന പാഠത്തിലെ പ്രധാനപ്പെട്ട ചില അടിസ്ഥാനപരമായ കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. ഈ ഒരു ചാപ്റ്ററിൽ ആദ്യമായി പഠിക്കുന്നത് ക്ലോക്കുകളെ കുറിച്ചാണ്. ഒരു ക്ലോക്കിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് സൂചികളെ കുറിച്ചാണ്. ഒരു ക്ലോക്കിൽ പ്രധാനമായിട്ടും 3 സൂചികളാണുള്ളത്. ഒന്നാമത്തത് സെക്കൻഡ് ഹാൻഡിൽ, രണ്ടാമത്തത് മിനിറ്റ് ഹാൻഡിൽ, മൂന്നാമത്തത് അവർ ഹാൻഡിൽ. ഇത്തരത്തിൽ 3 ഹാൻഡിലുകളാണ് അല്ലെങ്കിൽ സൂചികളാണ് ഒരു ക്ലോക്കിൽ പ്രധാനമായിട്ടും ഉള്ളത്. ഇനി ഇതിൽ സെക്കൻഡ് ഹാൻഡിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ സെക്കൻഡ് സൂചി ഒരു തവണ വലം വയ്ക്കുന്ന അല്ലെങ്കിൽ ഒരു തവണ കറങ്ങുന്നതിന് ആവശ്യമായ സമയം എന്ന് പറയുന്നത്, അതായത് 1 റൊട്ടേഷൻ, ഒരു തവണ കറങ്ങാൻ വേണ്ടിയിട്ട് 60 സെക്കൻഡുകളാണ് എടുക്കുന്നത്. ഇങ്ങനെ 60 സെക്കൻഡുകൾ ചേരുന്നതാണ് 1 മിനിറ്റ് എന്ന് പറയുന്നത്. 60 സെക്കൻഡുകൾ ചേരുന്നതാണ് 1 മിനിറ്റ് എന്ന് പറയുന്നത്. അത് നമുക്ക് ചുരുക്കി പറയാം, 1 മിനിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 60 സെക്കൻഡ് ആണ്. എങ്കിൽ 2 മിനിറ്റ് എന്ന് പറയുമ്പോഴേക്കും എത്രയായിരിക്കും? 2 ഗുണം 60, അതായത് 2 മിനിറ്റ് എന്ന് പറയുമ്പോഴേക്കും എത്രയാണെന്ന് കണ്ടെത്താൻ 2 മിനിറ്റ് ആണല്ലോ ഉള്ളത്. 1 മിനിറ്റ് 60 സെക്കൻഡാണ് എങ്കിൽ 2 മിനിറ്റ് എന്ന് പറയുമ്പോഴേക്കും 120 സെക്കൻഡ് എന്ന് നമുക്ക് കിട്ടും. അടുത്തതായിട്ട് 1 മണിക്കൂർ എത്ര സെക്കൻഡാണ് എന്നുള്ളത് നമുക്ക് കണ്ടെത്തി നോക്കാം. 1 മിനിറ്റ് എന്നുള്ളത് 60 സെക്കൻഡാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. അതായത് 1 മിനിറ്റിൽ 60 സെക്കൻഡുകളാണ് ഉള്ളത്. എങ്കിൽ 1 മണിക്കൂറിൽ നമുക്ക് ആകെയുള്ളത് 60 മിനിറ്റാണ്. 1 മിനിറ്റിൽ 60 സെക്കൻഡുകളാണുള്ളതെങ്കിൽ 60 മിനിറ്റുകളിൽ ഉള്ള സെക്കൻഡുകളുടെ എണ്ണം കണ്ടെത്താനായിട്ട് ആകെയുള്ള 60 മിനിറ്റിലെ 1 സെക്കൻഡിലുള്ള 60, 1 മിനിറ്റിലുള്ള 60 സെക്കൻഡ് കൊണ്ട് ഗുണിച്ചാൽ മതി. അപ്പം നമുക്ക് കിട്ടുക 3600 സെക്കൻഡുകൾ എന്ന് കിട്ടും. അതായത് 1 മണിക്കൂറിൽ ആകെ 3600 സെക്കൻഡുകളാണ് ഉള്ളത്. 1 മണിക്കൂർ എന്ന് പറഞ്ഞാൽ 60 മിനിറ്റ് ആണ്. ആ 60 മിനിറ്റിൽ 1 മിനിറ്റിൽ 60 സെക്കൻഡ് ആകുമ്പോൾ ആകെ 60 ഗുണം 60 3600 സെക്കൻഡുകളെന്ന് നമുക്ക് കിട്ടും.